റിവ്യൂസ് ഒക്കെ പറയുന്നത് അത്ര ബാഡൊന്നുമല്ല, നല്ല പടം. അല്ല, ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ലാഗാണ്. അല്ലാതെ ഓവറോൾ ഒരു ഇമോഷൻസ് കണക്ഷനാണ്. ആക്ഷനെ കാര്യം കുറച്ച് ഇമോഷണലി കണക്ട് ചെയ്യുന്നത്. സൂപ്പർ ഹീറോയായിട്ട് വരുന്ന ഓഡിയൻസ് നല്ല രീതിയിൽ കണക്ട് ആ ഒരു സൂപ്പർ ഹീറോ ആസ്പെക്റ്റ് ഓക്കെയാണ്, കണക്റ്റൊക്കെ ആവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ലാഗും നമ്മൾ ആ സൂപ്പർമാനിൽ നിന്ന് ഇതിലോട്ട് വന്നതിൻ്റെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കേഷാണ്. ഇല്ല മേക്കിംഗ് വൈസ് കൊള്ളാം. എന്നിരുന്നാൽ പോലും ആ ഒരു സൂപ്പർ ഹീറോ ആംബിയൻസ് അത്രയും നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുകയാണ്. ഇതിനകത്ത് സൂപ്പർമാനേക്കാളും മോർ ഓവർ ഹ്യൂമൻസിനെ യൂസ് ചെയ്യുന്നതിനേക്കാളും ക്രിയേച്ചേഴ്സ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതിൻ്റേതായ ഒരു ഡിഫറൻസ് എന്തായാലും സൂപ്പർ കണക്ട് ആവുന്നുണ്ട്. അത് സെക്കൻഡ് ഹാഫാണ് സൂപ്പർ മാക്സ്. ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർ മാച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. പിന്നെ കുഴപ്പമില്ല. പിന്നെ വില്ലി ആൻഡ് ജേസൺ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻസ് ഒക്കെ കൊള്ളായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചേട്ടാ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഇതൊരു ലേഡി ജോൺ വിക്ക് മോഡൽ ഒരു സിനിമയാണ്. ജെയിംസ് ഗണ്ണ് വരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിരുന്നു. നല്ല തീമായിരുന്നു. പക്ഷേ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് പടം പോകുന്നത്. പിന്നെ വലിയ സൂപ്പറായിട്ട് ചെയ്തു. പിന്നെ നമ്മുടെ അക്വാമാൻ, നമ്മുടെ ജെയ്സൺ, പുള്ളി തകർത്തിട്ടുണ്ട്. പുള്ളിയാണ് ഭയങ്കര ആക്റ്റീവായിട്ട് പടത്തിൻ്റെ അകത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കണക്ട് ആവുന്നുണ്ട് പടം. കണക്ട് ആവുന്നുണ്ട്. പക്ഷേ ഭയങ്കര സ്ലോ പേസ്ഡാണ്. ഇനിയിപ്പോൾ അടുത്ത സൂപ്പർമാൻ്റെ കണ്ടിന്യൂഷനിൽ ഇതിൻ്റെ പുള്ളിക്കാരിയുടെ ഒരു ചെറിയ ഫേസ് കാണുമെന്നും അതിൻ്റെ അകത്ത് നമുക്ക് പിടികിട്ടുന്നുണ്ട്. ആ രീതിയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഓക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, കൊള്ളായിരുന്നു.